ശ്രീ അനിൽ, ഇവിടെ ഇതാ ഈ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് അമേരിക്കയോട് വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മൾ എപ്പോഴും എന്നുള്ളതാണ് വിമർശനം. ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടടക്കം വിമർശനം നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഞാൻ താങ്കളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഈ കഴിഞ്ഞ ദിവസം ആയിരുന്നു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയത്. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കടന്നുവരവിനെ അത് ഇത്രമേൽ വേഗത്തിലാകണമോ എന്നൊരു സംശയം അടക്കം ചൂണ്ടിക്കാണിക്കുന്നു. അതുണ്ടാക്കാൻ പോകുന്ന ചില പ്രത്യാഘാതങ്ങളെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. അതേ CPIM തന്നെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടിയുള്ള ഒരു വീഡിയോ പുറത്തിറക്കുന്നു. അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നു. അത് അവരുടെ മരണപ്പെട്ടുപോയ സഖാവ് EK നായനാരുടെ ശബ്ദവും ദൃശ്യവും ഒക്കെ അദ്ദേഹം നിന്ന് സംസാരിക്കുന്നതിന് സമാനമായ തരത്തിൽ രൂപപ്പെടുത്തിയ ഒന്നാണ്. അപ്പോൾ കാലം ആവശ്യപ്പെടുന്ന ചില മാറ്റങ്ങളുണ്ട്. അതിനോട് നമുക്ക് മുഖം തിരിക്കാം. പക്ഷേ ആ രാജ്യം ഒന്നാകെ അതിൽ പിന്നോക്കം പോകുമെന്നതാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ അമേരിക്കയ്ക്ക് വഴങ്ങുന്നു അല്ലെങ്കിൽ അമേരിക്കയോട് വിധേയപ്പെടുന്നു എന്ന വിമർശനമൊക്കെ ഉന്നയിക്കുമ്പോഴും ഇത്തരം കമ്പനികൾ ഇന്ത്യൻ വിപണിയിലേക്ക് കടന്നു വരുമ്പോൾ അത് രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷിയെ കൂടുതൽ ഉത്തേജിപ്പിക്കുകയല്ലേ ചെയ്യുക? ഞാൻ എന്തായാലും ഈ വിഷയത്തിൽ നിന്ന് മാറി ഒരു ചോദ്യം കൂടി ചോദിച്ചല്ലോ. ഇതിന്റെ രണ്ടാം ഘട്ടത്തില് മറുപടി പറയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോക്കൂ, നമ്മുടെ രാജ്യത്ത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം എന്നൊക്കെ പറയും. ഇതൊക്കെ രാജ്യാന്തരമായി രാജ്യങ്ങൾ തമ്മിലുള്ള വ്യവഹാരങ്ങളിൽ കൂടുതൽ സുതാര്യത ഉണ്ടാകുക, കൂടുതൽ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി സാധന സാമഗ്രികൾ കൂടുതൽ കച്ചവടത്തിന് വിധേയമാക്കുക, അങ്ങനെ ലോകത്താകെ വ്യവഹാരങ്ങൾ, കച്ചവടങ്ങൾ വർദ്ധിപ്പിച്ച് അതാത് രാജ്യങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക. ഇതൊക്കെ ആയിരുന്നല്ലോ ഈ നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇന്ത്യയിൽ നടപ്പാക്കിയതും അതിനു മുമ്പ് ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ നടപ്പാക്കിയ ആഗോളവൽക്കരണം കൊണ്ട് ഉദ്ദേശിച്ചത്. നോക്കൂ, അപ്പൊ സ്വാഭാവികമായി ഓരോ രാജ്യവും ആ രാജ്യത്തേക്കുള്ള ഇറക്കുമതി ചുങ്കം കുറയ്ക്കും. ഓരോ രാജ്യവും, ഉദാഹരണം ഇന്ത്യയിൽ സബ്സിഡികൾ കുറയും. അങ്ങനെ സബ്സിഡികൾ കുറച്ച് സാധനങ്ങൾ വില കുറച്ച് മാർക്കറ്റിൽ എത്തിയാൽ കച്ചവടം നഷ്ടത്തിലാവും. ഇങ്ങനെയൊക്കെയുള്ള വളരെ എന്താണ് പറയുന്നത്, രാജ്യാന്തരം സാർവദേശീയമായി മനുഷ്യർ മാറുന്ന ഒരു കാലത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആഗോളവൽക്കരണം ആരംഭിച്ചത്. ഇതിന്റെ എല്ലാം ചുക്കാൻ, താക്കോൽ നിയന്ത്രിക്കുന്ന രണ്ട് അന്തർദേശീയ സ്ഥാപനങ്ങളാണ് വേൾഡ് ബാങ്കും IMF. ആ വേൾഡ് ബാങ്കിന്റെ സ്ഥിരം പ്രസിഡന്റ് അമേരിക്കയാണ്. ഇതെല്ലാം അമേരിക്ക നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ. അവരാണല്ലോ നമ്മളോട് ഇതൊക്കെ പറയുന്നത്. റോഡിലൂടെ യാത്ര ചെയ്യാൻ നിങ്ങൾ ചുങ്കം കൊടുക്കണം, അത് സ്വകാര്യ മുതലാളിമാരായിരിക്കണം നടത്തേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഈ ചർച്ചയിൽ എത്ര പ്രസക്തമാണെന്ന് എനിക്കറിയില്ല. കാര്യം ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ധാരണ ഈ ടെസ്ലയുടെ ഡ്രൈവർലെസ് കാർ ഇന്ത്യയിൽ ഓടുമെന്നൊക്കെയാണ്. അങ്ങനെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ. എന്തായാലും തിരിച്ചു വരാം. നോക്കൂ, രാജ്യത്ത് ലോകത്ത് 2020 ശേഷം 26,000-ഓളം പുതിയ നിയന്ത്രണങ്ങൾ ഓരോ രാജ്യവും, മറ്റൊന്നല്ല ഉദാഹരണം അമേരിക്ക, ഓരോ രാജ്യവും മറ്റൊരു രാജ്യത്തു നിന്നുള്ള ഇറക്കുമതിയുടെ കാര്യത്തിൽ വലിയ നിയന്ത്രണങ്ങൾ നാളിതുവരെ ഇല്ലാത്ത തരത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നോക്കൂ, അപ്പൊ നമ്മൾ പറഞ്ഞു കേട്ടിരുന്ന ഈ പറയുന്ന ആഗോളവൽക്കരണം, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ ഒക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് അമേരിക്ക പറയാണ് തങ്ങളുടെ രാജ്യത്തേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്താൽ തങ്ങൾ പറയുന്ന ചുങ്കം കൊടുക്കണം. ഞാനത് തൽക്കാലം അവിടെ പറഞ്ഞു നിർത്തിയിട്ട് ടെസ്റ്റിലേക്ക് വരാം. നോക്കൂ, ഇന്ത്യയിലേക്ക് ഒരു പുതിയ കാർ കമ്പനി വരുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക മേഖല, ഇപ്പൊ നമ്മളോട് പലരും പറയുന്നത് ഇന്ത്യ, പ്രത്യേകിച്ച് പൊതുവെ ഇന്ത്യ ഭയങ്കരമായി ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വളരുന്നു എന്നൊക്കെയാണല്ലോ. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ലോകത്തിലെ മാർക്കറ്റ്, ലോകത്തിലെ ഈ സാമ്പത്തിക വ്യവഹാരങ്ങളിൽ ഇന്ത്യയുടെ പങ്ക് ഇപ്പോഴും 2.8% ആണ്. തൊട്ടടുത്ത രാജ്യം ചൈനയുടേത് 28%. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ സമയം കുറയ്ക്കാം. നമുക്ക് കോട്ടൺ ഇൻഡസ്ട്രി, ഈ ലോകത്തിലെ കോട്ടൺ ഇൻഡസ്ട്രിയിൽ ഇന്ത്യയുടെ പങ്ക് എന്താണെന്നറിയാമോ? 2.8%. ചൈനയുടെ പങ്ക് 30%. പാവം ആ തൊട്ടടുത്ത ബംഗ്ലാദേശിന്റെ പങ്ക് 9%. ഇതൊക്കെ ഉള്ളൂ നമ്മൾ കേൾക്കുന്ന ഈ വിവാചക കസർത്തിന്റെ യഥാർത്ഥ ചിത്രം. ഇനി ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നു. ടെസ്ല എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ കാർ കമ്പനി തുടങ്ങാനായി എന്താണ് സർക്കാർ എടുത്തൊരു നിലപാട്? ഒന്ന്, നമ്മുടെ ബജറ്റിൽ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ബജറ്റിൽ
നികുതി ഇളവുകൾ പ്രഖ്യാപിക്കുന്നു. 13% ഇറക്കുമതിയിൽ 13%-ൽ നിന്ന് 11%-ലേക്ക് ഇറക്കുമതി ചുങ്കം കുറയ്ക്കുന്നു. എന്നർത്ഥം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വില കുറച്ച് മറ്റ് രാജ്യങ്ങളിലെ വിഭവങ്ങൾ ഇറക്കുമതി ചെയ്യാൻ അവസരം. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്കൊക്കെ വില കുറച്ച് അമേരിക്കൻ ആപ്പിൾ കിട്ടും, അങ്ങനെയല്ലല്ലോ. എന്ന് മാത്രമല്ല മറ്റൊരു ക്ലോസ്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് $50 കോടി മുകളിൽ, $50 കോടി മുകളിൽ എന്ന് വെച്ചാൽ ഈ എലൻ മസ്ക് ഒരു ദിവസം ഏതെങ്കിലും ഒരു ലോഡ്ജിൽ പോയി താമസിക്കുന്ന തുകയാണ് ഈ $50 കോടി. ഈ $50 കോടി മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇന്ത്യയിലെ ആളുകൾ വന്നാൽ അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യം, ആ ആനുകൂല്യമാണ് ടെസ്ലയോട് പറയുന്നു, നിങ്ങളുടെ വാഹനങ്ങൾ 15% നികുതിയെ ഞങ്ങൾ ഏർപ്പെടുത്തു, ഇന്ത്യയിൽ വിൽക്കണം. 40,000 വാഹനങ്ങൾ അങ്ങനെ വിൽക്കാം. ഒരു വർഷം 8,000 വാഹനങ്ങൾ വെച്ച്. ഇത് പറയുമ്പോഴാണ് ഈ മേക്കിംഗ് ഇന്ത്യ പദ്ധതി എന്ന് പറഞ്ഞ വലിയൊരു ആഘോഷം ഉണ്ടല്ലോ. ഞങ്ങൾ പറയുന്നത് മേക്കിംഗ് ഇന്ത്യ അല്ല, മെയ്ഡ് ബൈ ഇന്ത്യ. നിങ്ങൾ ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ കോർപ്പറേറ്റുകൾക്ക് അവരുടെ ഇഷ്ടാനുസരണം അവർക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ കൊടുത്ത് അവരുടെ വിഭവങ്ങൾ ഇറക്കുമതി ചെയ്യാനും ഒക്കെ അവസരങ്ങൾ കൊടുത്ത് അവർ അത് കയറ്റുമതി ചെയ്ത് നിങ്ങൾക്ക് നക്കാപ്പീച്ച കിട്ടുന്നതിനേക്കാൾ അവർ വലിയ കൊള്ള നടത്തുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? യു മേക്ക് ദി തിങ്സ് ബൈ ഇന്ത്യ. ഇന്ത്യക്കാരെ കൊണ്ട്, ഇല്ലെങ്കിൽ ഈ ടെസ്ലയുടെ സാങ്കേതിക വിദ്യ ഞങ്ങൾക്ക് തരണം. ഇന്ത്യക്ക് ഒരു വലിയ മാർക്കറ്റ് ഉണ്ട്. ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്. അതിൽ 1% അതിസമ്പന്നരാണ്. നിങ്ങളുടെ വാഹനം വാങ്ങാൻ ഞങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ വ്യവസായം തുടങ്ങിയാൽ നിങ്ങളുടെ സാങ്കേതിക വിദ്യ ഞങ്ങൾക്ക് കൈമാറാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇതൊന്നുമില്ല. ടെസ്ല വരുന്നു, ആനുകൂല്യം കൊടുക്കുന്നു. എന്നിട്ട് ടെസ്ല പറയാണ് ഞങ്ങൾ കുറച്ചുനാൾ കഴിഞ്ഞാൽ ഇവിടെ ആരംഭിക്കും, 3 വർഷം കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ആരംഭിക്കും. അത് കഴിഞ്ഞാൽ ഞങ്ങൾ $200 കോടി, അയാൾക്ക് $200 കോടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താണെന്ന്. പിന്നെ $1,500 കോടി ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ ഇപ്പൊ ചർച്ച പങ്കെടുത്ത് പറഞ്ഞൊരു 13 തരം പോസ്റ്റുകൾക്ക് വേണ്ടി ഇദ്ദേഹം പരസ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം കൂടി, ഈ ടെസ്ല എന്ന് പറയുന്ന കമ്പനി ലോകത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസായ സ്ഥാപനമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഒരു ഉദാഹരണം, ചൈനയുടെ ഒരു കാർ കമ്പനി ഉണ്ട്. അത് അമേരിക്കൻ കമ്പനി തന്നെയാണ്, അമേരിക്കക്കാരുടെ കമ്പനിയാണ്, BYD, നിങ്ങൾക്ക് അറിയാവുന്ന കമ്പനി. ആ കമ്പനിയുടെ കാറുകളും ടെസ്ലയും തമ്മിൽ ചൈനയിൽ മത്സരിക്കുന്നു. ടെസ്ലയുടെ മാർക്കറ്റ് 47%, BYD മാർക്കറ്റ് 47% വളർന്നപ്പോ ടെസ്ലയുടെ മാർക്കറ്റിൽ 13% ഇടിവുണ്ടായി. ജർമ്മനിയിൽ, നോർവേയിൽ, സ്വീഡനിൽ, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ തകർന്നുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ തിരിച്ചടി നേരിടുന്ന ഒരു കമ്പനി ഇന്ത്യയിലേക്ക് ഒട്ടേറെ സൗജന്യങ്ങൾ നൽകി വരുന്നു എന്ന് പറയുമ്പോൾ ആരാണ് എലൺ മസ്ക് തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ അടുത്ത ഘട്ടത്തിൽ പറയാം. ഇതൊക്കെ ഇന്ത്യയിലെ ഒരു 100-ൽ അല്ലെങ്കിൽ 1000-ൽ ഒരാളിനെ ബാധിക്കുന്ന, അയാളുടെ ജീവിത സൗഭാഗ്യങ്ങളെ വളർത്തുന്ന ഒരു സംവിധാനം വരുമ്പോ ഇതേതാണ്ട് വലിയ കാര്യമാണ്, ഇത് ഇന്ത്യക്ക് വലിയ മെച്ചം ഉണ്ടാകും എന്നൊക്കെ ഒരു പക്ഷേ കാർ ഭ്രാന്തൻ എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് സന്തോഷം ഉണ്ടാകും. പക്ഷെ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ഇത്തരം ഉഡായിപ്പുകൾ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ഒരു ഗുണം ഉണ്ടാക്കില്ല. ഇതൊക്കെ എലോൺ മസ്കിന്റെയും ഡൊണാൾഡ് ട്രംപിന്റെയും ഒരുതരം ദുരൂഹ കച്ചവടത്തിന് ഇന്ത്യ അതിന്റെ തല വെച്ചു കൊടുക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ശ്രീ മിഥുൻ, ഒരുപക്ഷെ താങ്കൾ അത്